നമ്മൾ ഓരോരുത്തർക്കും ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവില്ലേ? ചിലപ്പോൾ ചിലരോട് കൂടുതൽ അടുപ്പം കാണിക്കും, മറ്റു ചിലരോട് ഒരു അകലം പാലിക്കും. ഇതൊരുതരം നമ്മുടെ പേഴ്സണൽ സ്ട്രാറ്റജിയാണ്, അല്ലേ? ശരിക്കും ഇതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ കാര്യവും. ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി എങ്ങനെ ഇടപെടണം എന്നതിന് അവർക്കും ഒരു സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജിയാണ് നമ്മൾ വിദേശനയം അഥവാ ഫോറിൻ പോളിസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിദേശനയം എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കിയാലോ? അപ്പോ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഒന്നാമതായി, എന്താണ് വിദേശനയം? പിന്നെ ഇത് എന്തിനാണ് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? അടുത്തതായി, ഒരു രാജ്യത്തിന്റെ വിദേശനയത്തെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവസാനം, രാജ്യങ്ങൾ സാധാരണയായി സ്വീകരിക്കുന്ന പലതരം നയസമീപനങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ പരിശോധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ വിദേശനയം? ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പോ എന്താണ് ഈ വിദേശനയം? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു രാജ്യം എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളോടും UN പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളോടും ഇടപെടുന്നത്, അതിനുവേണ്ടി അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ തന്ത്രങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് വിദേശനയം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ലോകവേദിയിൽ ഒരു രാജ്യത്തിന്റെ ഗെയിം പ്ലാനാണിത്. എങ്ങനെ കളിക്കണം, ആരുമായി കൂട്ടുകൂടണം, എവിടെ പ്രതിരോധിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ പ്ലാൻ. ഇതിനെക്കുറിച്ച് പ്രമുഖ ചിന്തകനായ ഹാൻസ് ജെ മോർഗൻതോ പറയുന്നത് കേൾക്കുന്നത് രസകരമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വിദേശനയം എന്നു പറയുന്നത് ഒരു കലയാണ്. എന്തിന്റെ കലയാണെന്നോ? ഒരു രാജ്യത്തിന്റെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും വളർത്താനും വേണ്ടി ആ രാജ്യത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്ന കല. അതായത്, ഇവിടെ ഏറ്റവും പ്രധാനം പവറും നാഷണൽ ഇൻട്രസ്റ്റുമാണ്. എന്നാൽ ഹെൻറി കിസിംഗർ ഇതിനൊരു മറ്റൊരു ആംഗിൾ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വിദേശനയം എന്നത് പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്തെടുക്കുന്ന തീരുമാനമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ മുൻഗണനകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ച് കണക്ക് കൂട്ടിയെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഓരോ ചുവടും വളരെ ആലോചിച്ച് ഒരു ചെസ് കളി പോലെയാണ്. ഇമോഷൻസിന് അവിടെ വലിയ സ്ഥാനമില്ല. ഇനി നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാട് നോക്കാം. അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദേശനയം എന്നത് പുറത്തുനിന്ന് മാത്രം വരുന്ന ഒന്നല്ല, ഒരു രാജ്യത്തിനകത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂടി ഒരു ഫലമാണത്. അതായത്, ഒരു രാജ്യത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തിന്റെ ഉള്ളിലെ അവസ്ഥകൾ കൂടി പരിഗണിച്ചാണ്. ഇത് വളരെ റിയലിസ്റ്റിക്കായൊരു കാഴ്ചപ്പാടാണല്ലേ? അപ്പോ ഈ വിദേശനയത്തിന് ചില പൊതുവായ സവിശേഷതകളുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇത് പരമാധികാര തീരുമാനമാണ്. എന്നുവച്ചാൽ ഓരോ രാജ്യവും അവരുടെ നയം സ്വയം തീരുമാനിക്കുന്നു, മറ്റൊരാൾക്കതിൽ ഇടപെടാൻ കഴിയില്ല. പിന്നെ ഇതിനെപ്പോഴും ചില ലക്ഷ്യങ്ങളുണ്ടാകും: സുരക്ഷ, സാമ്പത്തിക വളർച്ച, സമാധാനം, അങ്ങനെ പലതും. അതുപോലെ ലോകം മാറുന്നതിനനുസരിച്ച് ഈ നയങ്ങളും മാറും. അതെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. ഏറ്റവും പ്രധാനമായി, എന്ത് ചെയ്താലും അതിന്റെ എല്ലാം അടിസ്ഥാനം ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുക എന്നതായിരിക്കും. അവസാനം, ഇത് വെറും രാഷ്ട്രീയത്തിലൊതുങ്ങുന്നില്ല. ഇതിന് സാമ്പത്തികവും സാംസ്കാരികവുമായ പല തലങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ വിദേശനയം എന്താണെന്ന് നമുക്കിപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്: ഇതിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഒരു രാജ്യത്തിന് ഇത്രയധികം പ്രാധാന്യത്തോടെ ഒരു വിദേശനയം വേണ്ടത്? അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. വിദേശനയം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? അതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും എന്തൊക്കെയാണ്? ഒരു രാജ്യത്തിന് വിദേശനയം ചെയ്യുന്ന പണി എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ദേശീയ സുരക്ഷയാണേ. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുക, യുദ്ധങ്ങൾ ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭീഷണികളെ നേരിടുക. രണ്ടാമതായി വരുന്നത് സാമ്പത്തിക വളർച്ചയാണ്. മറ്റു രാജ്യങ്ങളുമായി വ്യാപാരം നടത്തിയും നിക്ഷേപങ്ങൾ കൊണ്ടുവന്നും രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുക. അതോടൊപ്പം ലോകത്തിനു മുന്നിൽ രാജ്യത്തിന് നല്ലൊരു പേരുണ്ടാക്കിയെടുക്കാനും ഇത് സഹായിക്കും. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം, ഇതൊന്നും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത്തരം ആഗോള പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും വിദേശനയം അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഇത് വേണം. ഇപ്പോ ഒരു രാജ്യത്തിന്റെ വിദേശനയം എന്ന് പറയുന്നത് വെറുതെ ആകാശത്തുനിന്ന് പൊട്ടിവീഴുന്ന ഒന്നല്ല. അതിനെ രൂപപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, രാജ്യത്തിനകത്തും പുറത്തും. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
ഇതിനെ ഒരു വിഭവത്തിന്റെ ചേരുവകൾ പോലെ നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ചേരുവ എന്താണെന്നോ? ഭൂമിശാസ്ത്രം. ഒരു രാജ്യം എവിടെ സ്ഥിതി ചെയ്യുന്നു, അതിർത്തികൾ ആരൊക്കെയാണ്, പ്രകൃതി വിഭവങ്ങൾ ഉണ്ടോ എന്നതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ ആ രാജ്യത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ കരുത്ത്. അതുപോലെ ആരാണ് രാജ്യം ഭരിക്കുന്നത്, അവരുടെ ആശയങ്ങൾ എന്താണ് എന്നതും ഒരു വലിയ ഘടകമാണ്. ജനങ്ങളുടെ അഭിപ്രായവും മാധ്യമങ്ങളും മുൻകാല അനുഭവങ്ങളും, അതായത് യുദ്ധങ്ങൾ, കോളനിവാഴ്ച പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സ്വാധീനിക്കും. പോരാത്തതിന് അന്താരാഷ്ട്രതലത്തിൽ ആരെല്ലാമാണ് സുഹൃത്തുക്കൾ, ആരെല്ലാമാണ് ശത്രുക്കൾ എന്നതും ഇതിന്റെ ഭാഗമാണ്. ഈ ചേരുവകളെല്ലാം ചേരുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ തനതായ വിദേശനയമുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ വിദേശനയം എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും എന്തൊക്കെയാണ് അതിനെ രൂപപ്പെടുത്തുന്നതെന്നും നമ്മൾ കണ്ടു. ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. രാജ്യങ്ങൾ സാധാരണയായി സ്വീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട നയസമീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട സമീപനങ്ങൾ കാണാം. ഒന്നാമത്തേത് ഐസൊലേഷനിസം അഥവാ ഒറ്റപ്പെടൽ. അതായത് ഞങ്ങൾ ആരുടെയും കാര്യത്തിൽ ഇടപെടാനില്ല, ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടുകയും വേണ്ട എന്ന നിലപാട്. പിന്നെ ചേരിചേരായ്മ, അതായത് വലിയ സൈനിക ചേരികളിലൊന്നും ചേരാതെ സ്വന്തമായി നിൽക്കുക. അടുത്തത് കൂട്ടുസുരക്ഷ, എന്നുവെച്ചാൽ എല്ലാവരും ചേർന്നൊരുമിച്ച് സുരക്ഷ ഉറപ്പാക്കുക. UN ഒക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ 2 പ്രധാനപ്പെട്ട തത്വങ്ങളുണ്ട്. റിയലിസ്റ്റ് നയം, ഇത് പ്രധാനമായും സൈനിക ശക്തിയിലും സ്വന്തം രാജ്യത്തിന്റെ താൽപ്പര്യത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റൊന്ന് ഐഡിയലിസ്റ്റ് നയം, ഇത് സമാധാനം, മനുഷ്യാവകാശം, നയതന്ത്ര ചർച്ചകൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അപ്പോ എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാല് വിദേശനയം എന്നത് ഒരു രാജ്യത്തിന് ലോകത്ത് നിലനിൽക്കാനും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോള സംഭവങ്ങളിൽ ഒരു പങ്ക് വഹിക്കാനും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഇത് വെറുമൊരു നിയമങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് ആ രാജ്യം എന്താണ്, അതിന്റെ മൂല്യങ്ങൾ എന്താണ് എന്നതിന്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ്. അപ്പോ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ കോവിഡ് പോലുള്ള മഹാമാരികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വലിയ വെല്ലുവിളികളും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വിദേശനയത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും? രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറുമോ? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ.